ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ, അതായത് ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് യീൽഡ് ടു മെച്യൂരിറ്റി. യീൽഡ് ടു മെച്യൂരിറ്റി. ഓക്കെ, അപ്പോൾ എന്താണ് യീൽഡ് ടു മെച്യൂരിറ്റി നമുക്ക് നോക്കാം. സോ വാട്ട് യു മീൻ ബൈ യീൽഡ്? എന്താണ് യീൽഡ് എന്ന് വെച്ചാൽ? അപ്പോൾ നമ്മൾ കൃഷിയൊക്കെ ഇറക്കുന്ന ആൾക്കാർ പറയും വിളവെടുക്കുക എന്ന്. അപ്പം ഈ വിളവെന്ന് വെച്ചാൽ എന്താണ്? ദ റിട്ടേൺ വിച്ച് ഹീ ഗെറ്റ്സ് ഫ്രം ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഹീ മെയ്ഡ് ഇൻ ദാറ്റ് പ്രോസസ്സ്. അതായത് ആ അഗ്രികൾച്ചറൽ പ്രോസസ്സിൽ അയാൾ ഇറക്കിയ തുകയിൽ നിന്ന് അയാൾക്ക് എത്ര റിട്ടേൺ കിട്ടിയെന്നുള്ളതാണ് വിളവെടുപ്പ്, അല്ലേ? അപ്പോൾ ഒരു കൃഷി ഇറക്കുകയാണെങ്കിൽ, ഇപ്പോൾ നെൽ കൃഷിയാണെങ്കിൽ ആ നെൽക്കതിര് ഉണ്ടായി വന്ന് അതെന്താണ്, അത് വിറ്റ് കിട്ടുന്ന കാശ്. അപ്പോൾ അതേപോലെ തന്നെ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ദ മെച്യൂരിറ്റി പീരീഡ് ഹൗ മച്ച് റിട്ടേൺ യു ഗെറ്റ്, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യീൽഡ് ടു മെച്യൂരിറ്റി നോക്കുന്നത്. അപ്പോൾ മെച്യൂരിറ്റി എന്ന് പറഞ്ഞ ഫീച്ചർ ബോണ്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചറാണ്, നമുക്കറിയാം അല്ലെ? ഒരു കാലാവധി കഴിഞ്ഞിട്ടാണ് ആ ബോണ്ട് നമുക്ക് തിരിച്ച് കിട്ടുന്നത്. ഓക്കെ, ദർ ആർ കോളബിൾ ആൻഡ് പുട്ടബിൾ ബോണ്ട്സ് ഉണ്ട്. പക്ഷെ എന്നാലും ഇൻ മോസ്റ്റ് കേസസ് കോളബിൾ ബോണ്ടും പുട്ടബിൾ ബോണ്ടൊക്കെ നിങ്ങളെന്നാ നോട്ടിൽ നോക്കിയാൽ മതി, ഞാനത് പറഞ്ഞു തന്നിട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ഇൻ മോസ്റ്റ് കേസസ് എന്താണ്, ഒരു മെച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോഴാണ് ബോണ്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നത്, ബോണ്ടിൽ നിക്ഷേപിച്ച തുക തിരിച്ചു കിട്ടുന്നത്. പക്ഷെ നിക്ഷേപിച്ച തുക മാത്രം നമുക്ക് തിരിച്ചു കിട്ടിയോണ്ട് കാര്യമില്ല, നമുക്ക് എന്ത് വേണം, അതിൻ്റെ കൂടെ ഒരു റിട്ടേൺ, ഒരു അഡീഷണൽ എമൗണ്ടും കൂടി കിട്ടണം. ഓക്കെ, ബിഫോർ കാൽക്കുലേറ്റിംഗ് ദ യീൽഡ് ടു മെച്യൂരിറ്റി വി ഹാവ് ടു ലുക്ക് സർട്ടൻ അസംഷൻസ്. ഈ അസംഷൻസ് ക്വാളിഫൈ ചെയ്തെങ്കിൽ മാത്രമേ യീൽഡ് ടു മെച്യൂരിറ്റിക്ക് റെലവൻസ് വരുന്നുള്ളൂ. ഈ അസംഷൻസ് എന്താണ്, ഇതേപോലെ ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ്, ആദ്യത്തെ എന്താണ്, ഒരു ഡിഫോൾട്ടും വരാൻ പാടില്ല. അതായത് ഇൻവെസ്റ്റർക്ക് തുക തിരിച്ച് കിട്ടണം. അതായത് ഇൻവെസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് ബോണ്ട് അയാൾക്ക് കൊടുത്ത ആൾ പിന്നെന്താണ്, കാശ് കൊടുക്കുന്നതിൽ നിന്ന് വ്യതിചലിച്ച് പോയാൽ എന്തായി, യീൽഡ് ടു മെച്യൂരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ പിന്നെ അർത്ഥമില്ലാതാവും. അതായത് തുക തിരിച്ചു കൊടുക്കണം. അടുത്തത് എന്താ പറയുന്നത്, ഇൻവെസ്റ്റർ മെച്യൂരിറ്റി ഡേറ്റ് വരെ എന്ത് കൈവശം വെക്കണം, ഈ ബോണ്ട് കൈവശം വെക്കണം. അയാൾ മറ്റൊരാൾക്ക് അത് കൈമാറ്റം ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ പോയിന്റ് റീ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നടക്കണം എന്നാണ് പറയുന്നത്. ശരിക്കും മൂന്നാമത്തെ പോയിന്റ് എന്താ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻട്രസ്റ്റ് പോലും ഇയാൾ എന്താണ് കൈപ്പറ്റാൻ പാടില്ല. മെച്യൂരിറ്റി സമയം ആകുമ്പോൾ മാത്രമേ എന്ത് കൈപ്പറ്റാൻ പാടുള്ളൂ, ഇൻട്രസ്റ്റും അതിൻ്റെ കൂടെ ഇയാൾ അവിടെ ഇട്ടിരിക്കുന്ന മുതലും ഇയാൾക്ക് തിരിച്ച് കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഈ 3 കണ്ടീഷൻസാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമൊന്നുമല്ല, നമ്മളൊന്ന് നോക്കി വെച്ചത് മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്കത് നോട്ടിൽ എന്തായാലും തരും. ഓക്കെ, അപ്പോൾ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് യീൽഡ് ടു മെച്യൂരിറ്റി, 2 മെത്തേഡുകളാണ് യീൽഡ് ടു മെച്യൂരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അതിൽ ആദ്യത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഫോർമുല മെത്തേഡാണ്. ആദ്യത്തെ മെത്തേഡ് ഫോർമുല മെത്തേഡാണ്. സെക്കൻഡ് മെത്തേഡ് ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ഈ 2 മെത്തേഡുകളുള്ളത്. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഫോർമുല മെത്തേഡാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഫോർമുല മെത്തേഡിൻ്റെ മുകളിലാണ് എഴുതേണ്ടത്. ഇവിടെ ഞാൻ എഴുതി വന്നപ്പോൾ സ്ഥലം വിട്ടുപോയതാണ്, അതാണ് ഞാനിവിടെ സൈഡിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ മുകളിലേക്കായിട്ട് എഴുതുക. നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് അപ്രോക്സിമേറ്റ് യീൽഡ് ടു മെച്യൂരിറ്റി ഈക്വൽ ടു എന്നാണ്. എപ്പോഴും ഫോർമുല മെത്തേഡിൽ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്, ഒരിക്കലും എന്താണ് പ്രോപ്പർ വാല്യൂ കിട്ടില്ല. ഇൻ ഫോർമുല മെത്തേഡ് അപ്രോക്സിമേറ്റ് വാല്യൂ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഈ യീൽഡ് ടു മെച്യൂരിറ്റി, എന്താണ് അതിൻ്റെ ഫോർമുല പറയുന്നത്? ഇവിടെ ഓരോ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ സി എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ കൂപ്പൺ റേറ്റ് ആണ്. കൂപ്പൺ റേറ്റിൻ്റെ മറ്റൊരു പേരാണ് ഇൻട്രസ്റ്റ് റേറ്റ്. ആ ബോണ്ടിന് അത് ഇഷ്യൂ ചെയ്യുന്ന സ്ഥാപനം എന്താണ് വാഗ്ദാനം ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, അടുത്തെന്താണ് ഫേസ് വാല്യൂ എന്ന് വെച്ചാൽ അവരതിന് വെച്ചിരിക്കുന്ന പ്രൈസ്. അതായത് ഇഷ്യൂ ചെയ്യുന്ന സ്ഥാപനം ഒരു ബോണ്ടിന് ഇത്ര രൂപയാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇതെന്താണ് പ്രൈസ്. ഈ ഫേസ് വാല്യൂവിൽ നിന്ന് പ്രൈസ് മാറാൻ ചാൻസ് ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് റേറ്റ് അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് ബോണ്ടിൻ്റെ പ്രൈസ് മാറും. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റർ ശരിക്കും ഈ പ്രൈസ് വെച്ചിട്ടാണ് ബോണ്ട് വാങ്ങുക, അല്ലാണ്ട് ഫേസ് വാല്യൂ വെച്ചിട്ടല്ല വാങ്ങുക. അപ്പോൾ ഒരു ബോണ്ട് 100 രൂപേൻ്റെ ബോണ്ടിന് മാർക്കറ്റ് കണ്ടീഷൻ കാരണം 90 രൂപയായി കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ 90 രൂപയ്ക്കേ വാങ്ങുള്ളൂ, ഫേസ് വാല്യൂ നോക്കില്ല. ഓക്കെ, പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും എന്താണ് എന്തിനടങ്ങി ഇരിക്കുന്നു, അത് ഫേസ് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുക. ഓക്കെ, പിന്നെ എന്ത് പറയുന്നു, എൻ എന്താണ് നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര കാലത്തേക്കാണ് ഈ ബോണ്ട് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഇക്വേഷൻ എന്താണ്, ഈ കൂപ്പൺ റേറ്റിൻ്റെ കൂടെ എന്താണ് എന്ത് ആഡ് ചെയ്യുക, അതായത്
ഈ ഫേസ് വാല്യൂ നിന്ന് പ്രൈസ് മൈനസ് ചെയ്തിട്ട് എന്താണ് അതിനെ ഈ എന്നിനെ കൊണ്ട് നമ്പർ ഓഫ് ഇയേഴ്സിനെ കൊണ്ട് മെച്യൂരിറ്റി ഇയേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതുക. അതേപോലെ ഈ ഫേസ് വാല്യൂ പിന്നെ എന്താണ് പ്രൈസും കൂടി ആഡ് ചെയ്ത് രണ്ടിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഈ രണ്ട് വാല്യൂസിനും കൂടി ഡിവൈഡ് ചെയ്യുക. അപ്പോഴാണ് yield to maturity കിട്ടുന്നത്. വി വിൽ ഓൺലി ഗെറ്റ് അപ്രോക്സിമേറ്റ് വാല്യൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ട് വാല്യൂ ഫോർമുല മെത്തേഡിൽ കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആൻ ഇൻവെസ്റ്റർ പർച്ചേസ്ഡ് എ ബോണ്ട്. ഒരു ഇൻവെസ്റ്റർ ബോണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നു ഓഫ് റുപ്പീസ് 1000 ഫോർ 920. അതായത് 1000 രൂപ ഉണ്ടായിരുന്ന ബോണ്ട് 920 വാങ്ങി. അതായത് അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് വെച്ചാൽ 1000 രൂപയും അതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ 920. ദി ഇൻട്രസ്റ്റ് ഈസ് 10%. അപ്പോൾ ഇതിൻ്റെ സി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കൂപ്പൺ റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് 10% ആണ്. ആൻഡ് ഇറ്റ് വിൽ മെച്യൂർ ഇൻ 10 years. അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് കിട്ടി. അത് എവിടേക്കാണ് കൊടുക്കേണ്ടത്, അത് ഏതൊക്കെ സാധനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് yield to maturity കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ഇക്വേഷൻ എഴുതി വെക്കുക. ഇതായിരുന്നു നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അസൈൻ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായത് ഇവിടുത്തെ കൂപ്പൺ റേറ്റ് എത്രയാണ്? കൂപ്പൺ റേറ്റ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കൂപ്പൺ പേയ്മെൻ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇവിടെ കൂപ്പൺ റേറ്റ് എന്ന് വെച്ചാൽ ഫേസ് വാല്യൂ ഇൻറ്റു 10% ആണ് ഇവിടുത്തെ കൂപ്പൺ റേറ്റ്. ഫേസ് വാല്യൂ ഇൻറ്റു 10% കാണേണ്ടത്. ഇവിടെ ഫേസ് വാല്യൂ എത്രയായിരുന്നു? ഫേസ് വാല്യൂ 1000 ആണ്. അപ്പോൾ അതിൻ്റെ 10% എത്ര വരും? 1000 വരും. ഓക്കെ, ഇതാണ് കൂപ്പൺ റേറ്റ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൂപ്പൺ റേറ്റ് ഇവിടെ എഴുതുക. 100 വരിക പ്ലസ് ഫേസ് വാല്യൂ എത്രയാണ്? ഫേസ് വാല്യൂ വരുന്നത് 1000 ആണ്. പ്രൈസ് എത്രയായിരുന്നു? 920 ആണ്. ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര വർഷമാണ്? മെച്യൂരിറ്റി ഡേറ്റ് എത്രയാണ്? 10 ആണ്. എഴുതിയതിന് ശേഷം പിന്നെ താഴെ എന്താ വരിക? എത്രയാണ് ഫേസ് വാല്യൂ എന്ന് പറഞ്ഞത്? 1000 പ്ലസ് 920 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 108. അതായത് ഇവിടെ 80/10 എത്രയാണ്? 8. അപ്പോൾ അതാണ് 108 ഡിവൈഡ് ബൈ എത്ര വരും? 960. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.1125 ആണ്. ഓക്കെ, ഇതിന് നമ്മൾ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ കൂടെ ഒരു 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ കിട്ടാൻ പോകുന്നത് അപ്പോൾ 11.25% ആണ് yield to maturity. ഓക്കെ, ഒരു ബോണ്ട് നമ്മൾ കൈവശം വെച്ച് അത് മെച്യൂരിറ്റി പീരീഡ് കിട്ടുന്ന നേരത്തെ നമുക്ക് കിട്ടുന്ന ടോട്ടൽ റിട്ടേൺ എന്ന് വെച്ചാൽ 11.25 ആണ്. തെറ്റില്ലാത്ത റിട്ടേൺ തന്നെയാണ് കിട്ടുന്നത്. നമ്മളിപ്പോൾ FDയിൽ ഇടുകയാണെങ്കിൽ ഇത്ര കിട്ടുന്നത് 6%ഓ 7%ഓ കിട്ടുന്നുള്ളൂ. അപ്പോൾ ബോണ്ട് എടുക്കണം എന്നാണ് റിട്ടേൺ വൈസ് എത്രയോ കൂടുതലല്ലേ? 4% കൂടുതലാണ്. 10 വർഷത്തേക്ക് വലിയൊരു തുക ഇട്ട് കഴിഞ്ഞാൽ റിട്ടേൺ കിട്ടുമ്പോൾ എന്തായി? അത്രയും വലിയൊരു റിട്ടേൺ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് yield to maturity എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോർമുല മെത്തേഡ്.